ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ദേ ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത് ഇടയ്ക്ക് വെയിലൊക്കെ വന്ന് അങ്ങനത്തെ ഒരു പ്രത്യേകതരം കാലാവസ്ഥയാണല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും വിചാരിച്ചു കുറച്ച് ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് കരുതി. ഇത് രാത്രിത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെയും രാവിലത്തെ ഉച്ചക്കത്തെയും പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് ചിക്കൻ ഇരിക്കണുണ്ടായിരുന്നു. എപ്പോഴും ചിക്കൻ മേടിക്കുമ്പോഴേക്കും ഞാൻ ഒരിത്തിരി എടുത്ത് മാറ്റി വെക്കാറുണ്ട്. ഒന്നെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ ചില്ലി ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അതേപോലെ മാറ്റി വെച്ച ചിക്കനാണ് കേട്ടോ ഇത് മസാലയൊക്കെ വേറെ മസാലയൊന്നുമില്ല. കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ഉപ്പും ഇട്ടൊന്ന് പുരട്ടി വെച്ചതാണ്. അതൊന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും കടയിൽ നിന്ന് മേടിക്കേണ്ടി വന്നില്ല. കുറച്ച് മല്ലിയില മാത്രം മേടിക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ക്യാപ്സിക്കം മേടിച്ചത് മുന്നേ ഇരിക്കണുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ചില്ലി ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണേണ്. ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സവാളയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ക്യാപ്സിക്കമാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞ് പോകേണ്ട ഒരിത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഈ വറുക്കാനായിട്ട് ഇടുമ്പോഴേക്കും ഒരിത്തിരി മൈദപ്പൊടി കൂടി പുരട്ടിയിട്ട് വേണം വറുക്കാനായിട്ട് ഇടാനായിട്ട്. അപ്പോൾ ചില്ലി ചിക്കന് വേണ്ട സവാളയും എല്ലാ സംഭവങ്ങളും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള ഒന്ന് ചെറിയൊരു ക്യൂബായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കണം. അതായത് ഒരു സവാളനെ പകുതിയാക്കിയിട്ട് അത് വീണ്ടും പകുതിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം തന്നെ ചില്ലി ചിക്കൻ അങ്ങോട്ട് വെച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചാൽ മതിയല്ലോ, വേറെ സെപ്പറേറ്റ് എണ്ണയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഞാൻ വലിയ തീയിൽ വെച്ചിട്ടില്ല കേട്ടോ, കരിഞ്ഞു പോകണ്ടല്ലോ. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും സവാളയും ഒരിത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോസൊക്കെ ചേർക്കുന്നത് കാരണം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. സവാള ഒത്തിരി അങ്ങോട്ട് വഴണ്ട് പോകണ്ട. എല്ലാവർക്കും അറിയാമല്ലോ, ഒരിത്തിരി പച്ച കടിക്കണ രീതിയിൽ വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ സോസായിട്ട് ചേർത്തേക്കണത് ടൊമാറ്റോ സോസും പിന്നെ സോയാ സോസ്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ആ സോസിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരിത്തിരി വെള്ളവും ഇത്തിരി വിനാഗിരിയും ഇത്തിരി പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ലൂസാക്കി എടുത്തിട്ടാണ് കേട്ടോ ഈ സവാളയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും അത്യാവശ്യം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേലും ചില്ലി ചിക്കന് ഇത്തിരി കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ളത് നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ സോസൊക്കെ എല്ലാം തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സോസിൽ കിടന്നതിന് ചിക്കൻ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയണം. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ ലാസ്റ്റ് ഇത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിനെ ആറിക്കഴിയുമ്പോഴേക്കും വീണ്ടും ഒന്ന് ഡ്രൈ ആയി പോവും. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് വെട്ടിത്തിളക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തേക്കണത്. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ട് അധികം ഒന്നും തിളക്കേണ്ട ആവശ്യമില്ല. ആ ചൂടി കിടന്ന് തന്നെ സംഭവം അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചില്ലി ചിക്കൻ പുട്ടിൻ്റെ ഒപ്പമാണ് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പുട്ടും ചില്ലി ചിക്കനും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ എൻ്റെ ചാനൽ ഒന്ന്